നമ്മളിവിടെ കളരിപ്പയറ്റ് ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പൊ കറന്റ് നമ്മൾ ബാംഗ്ലൂരാണ് കൂടുതൽ മലയാളികൾ ഉള്ളതും. കേരളത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ കളരി പഠിക്കാനായിട്ട്. എല്ലാവരും 20 കൊല്ലം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കളരി പഠിപ്പിക്കാനാണ് 20 കൊല്ലം അല്ലെങ്കിൽ പഠിക്കാനായിട്ട് 20 കൊല്ലം വേണമെന്ന് മിനിമം 20 മിക്കവരും പറയാറുണ്ട്. ഓക്കെ ഓക്കെ. കുറേ വർഷം വേണമെന്ന്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ എന്താ പറ്റുക വെച്ചാൽ പലരും അതിൽ നിന്ന് പിന്മാറും. അതെ അതെ. അപ്പോൾ ആ ഒരു പിന്മാറ്റം കുറച്ചിട്ട് ഇതൊരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് വേണ്ടിയിട്ടും ബേസിക്കലി നമ്മൾ ഇരുന്നുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് നടുവേദനയും ബാക്കിയുള്ളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ കളരിയിൽ തന്നെ ഇപ്പൊ യോഗ ചെയ്യുന്ന പോലെ തന്നെ കുറെ ഡൈനാമിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട്. കുറച്ച് അതിൽ തന്നെ സെൽഫ് ഡിഫൻസ് മൂവ്മെന്റ്സ് ഉണ്ട്, ബേസിക്കലി കോർഡിനേഷൻസ് ശരിയാക്കാനുള്ള. അപ്പൊ ഇതൊക്കെ ഉള്ള മൂവ്മെന്റ്സ് മാത്രം ചെയ്താൽ മതി. കാരണം ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മുഴുവൻ കളരി പഠിക്കണമെന്ന് ഒരു നിർബന്ധവും. ജസ്റ്റ് ഒരു ഫിറ്റ്നസ് മാത്രം. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മളിപ്പോ കബ്ബൺ പാർക്കിൽ എല്ലാ മന്തും 2 ദിവസം വയ്ക്കുന്നുണ്ട്. ആൾക്കാർക്ക് വന്ന എക്സ്പീരിയൻസ് 2 ദിവസം. അപ്പൊ എല്ലാവർക്കും വേണ്ടി അപ്രോച്ച് ചെയ്യാം, വന്നിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ അവർക്ക് തോന്നൂല്ലോ എനിക്ക് പറ്റില്ല എന്ന്. ഇന്നലെ നമുക്ക് ഒരു 54 ഇയർ ഓൾഡ് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഇതുപോലത്തെ മിസ്ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. അപ്പൊ അവരും ചെയ്തു. പിന്നെ സ്ത്രീകൾ ഇതിൽ പാടില്ല എന്ന് ചില ഗുരുക്കന്മാര് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ആവശ്യമില്ലാത്ത ഒരു ഘടകമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ നമ്മളെ മലയാളികളുടെ എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ചായക്കടയൊക്കെ വന്ന പോലെ തന്നെ അപ്പോൾ കളരിയിലേക്ക് വരെ എത്തി. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര ഈ ഒരു പ്രോഗ്രാം? നമ്മളിപ്പോ ജനുവരിയിലാണ് തുടങ്ങിയത് ബാംഗ്ലൂർ. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ ഇനിയിപ്പോ എല്ലാ മന്തും ആൾക്കാർക്ക് ഒരു അപ്രോച്ചബിൾ രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്? ആൾക്കാരൊക്കെ നമുക്ക് വാട്സാപ്പിൽ നമ്പർ ഉണ്ട്. അപ്പോൾ അവർക്ക് മെസ്സേജ് ചെയ്യാം. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഫോൺ ചെയ്ത് നമ്മളോട് ഡൗട്ട് ചോദിക്കാം. പിന്നെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ അവർക്ക് വീഡിയോസിലും കമന്റ്സ് ഇടാം, എങ്ങനെ വേണമെങ്കിലും. സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് പേജിന്റെ പേര്? ദി കളരി മൂവ്മെന്റ്. ദി കളരി മൂവ്മെന്റ്. ഓക്കെ. അപ്പൊ ദി കളരി മൂവ്മെന്റ് ഇപ്പം ഈ ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ കളരിന്റെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒന്ന് കളരിയിലേക്ക് കടക്കണം. ഇപ്പൊ ഈ ബാംഗ്ലൂരത്തെ ഈ ഒരു കാലാവസ്ഥയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വിയർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ജിമ്മിൽ പോകുന്നുണ്ട് ഇവിടെ. പക്ഷെ പലർക്കും ജിമ്മിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഒന്നാ ഒരു ജോഗിങ്ങിന് വേണ്ടി മാത്രം ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം വെയിറ്റ് എടുക്കാൻ താല്പര്യമില്ല, ഇവർ എക്സസൈസിനോട് താല്പര്യം. അപ്പോൾ അവർക്കൊക്കെ കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കളരി മൂവ്മെൻറ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മീൻസ് എല്ലാ മാസവും കബൻ പാർക്കിൽ ഇവരുടെ കളരി മൂവ്മെൻറ്റിൻ്റെ ഒരു എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ കളരി പയറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് റെഗുലർ ആയിട്ട് ഒരാൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഉണ്ട്. അറ്റ് ആൻ അഫോർഡബിൾ റേറ്റ് വി ഹാവ് കെപ്റ്റ് ദം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ആക്സസിബിൾ ഫോർ ദം. ആ ഒരു കോൺസെപ്റ്റ് കാരണം നമ്മൾ വീക്ക്ലി 4 ക്ലാസ് ആൾക്കാർക്ക് വരാൻ പറ്റാത്തവർ പലരും ഉണ്ട്. ഈ ഓൺലൈനിലാവുമ്പോ മോഹൻലാൽ കോഴിക്കറി വെച്ചാൽ മതിയാവില്ലല്ലോ? ഇല്ല, ഒട്ടും ആവൂല. മറ്റൊന്നുകൊണ്ടല്ലോ ചോദിച്ചത്, കാരണം ആൾക്കത് കറക്റ്റ് ആ മൂവ്മെന്റ് ഇല്ല, നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചാ ചെയ്യുന്നത്. കാരണം ഇതുവരെ ഓൺലൈൻ ചെയ്ത ആൾക്കാർ ഒരു രീതിയിൽ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ യോഗ മാറ്റിന്റെ സ്പേസിൽ നിന്ന് നമ്മൾ ചെയ്യിപ്പിക്കും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ കളരി നമ്മൾ ചെയ്യിപ്പിക്കുന്നത് മറ്റേ ഈ കുഴിക്കളരിയിൽ നിന്ന് ചെയ്യുന്ന പോലെയല്ല. ഒരാളുടെ ശരീരം കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ് കൊടുക്കുള്ളൂ. ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊടുത്തിട്ട് വലിയ കാര്യമില്ല. അപ്പൊ അവരുടെ മൂവ്മെന്റ് സെൽഫ് പാമ്പർ ചെയ്താ ചെയ്യുന്നത്. ഇതിന് നമുക്കൊരു ബേസിക് എക്സസൈസ് കോൺസെപ്റ്റ് കൂടി പറയാൻ പറ്റുമോ? അതെ. ഇപ്പൊ കളരിയിലെ കുറച്ച് മൂവ്മെന്റ്സ് ഇപ്പൊ ജിമ്മിൽ പോകുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം, യോഗ ചെയ്യുന്നവർക്കും മുന്നേ ചെയ്യാം, ഡാൻസ് ചെയ്യുന്നവർക്കും മുന്നേ ചെയ്യാം. ബേസിക്കലി നമ്മുടെ മസിൽ സ്ട്രോങ് ആക്കുക, മുട്ടുവേന നടുവേന ഒക്കെ കുറയ്ക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഡ്സിൽ വരുന്നത് ഹോസ്പിറ്റൽസിൽ നല്ല കീമോ സെന്റേഴ്സ് ഉണ്ട്. നടുവേദനയുടെ എന്താ പറയാ ഇൻസിഷൻ വേദന കുറഞ്ഞതുണ്ടെന്നൊക്കെ പറയുന്ന കാലഘട്ടം. അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ചെറിയ മൊമെന്റ് ഒരു ഡെയിലി ഒരു 15-20 മിനിറ്റ്സ് ചെയ്താൽ മതി ബേസിക്കലി. അപ്പൊ അതാ ഉദ്ദേശം നമ്മുടെ. അപ്പൊ ഈ കബൻ പാർക്കിൽ മാത്രമായിട്ടാണോ ക്ലാസ് നടത്താറ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നടക്കാറ്? നമ്മള് വേറെ ലൊക്കേഷൻസ് ആൾക്കാർ നമുക്ക് തരുന്നതിനനുസരിച്ച് നടത്താറുണ്ട്. കാരണം നമ്മളിതൊരു ഒരു എന്താ പറയാ കൊമേഴ്ഷ്യലി നടത്തുന്ന ഒരു ആക്ടിവിറ്റി അല്ല. ആരാണോ നമുക്ക് സ്ഥലം തരുന്നത് അതിനനുസരിച്ച് അവിടെ വരുന്നവർക്ക് ക്ലാസ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ ബാംഗ്ലൂരിൽ ആയിട്ട് കുറെ ആയോ? ഞാൻ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോസ്കോയിലാണ് ഡോക്ടറൽ റിസർച്ച് സയന്റിസ്റ്റ് ആണ് എയറോഡൈനാമിക്സിന്റെ. അപ്പോൾ ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ടീമും ഉണ്ട്, കോർ ടീം. പത്മശ്രീ SRD പ്രസാദ് നമ്മുടെ ഗുരു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോപ്പർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് കളരി റൈറ്റ് അപ്രോച്ചിൽ എത്തിക്കാനും ഇന്നത്തെ കാലത്ത് വേണ്ടാത്ത കാര്യങ്ങൾ എടുത്ത് പുറത്തിട്ടിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ്. പേരെന്തായിരുന്നു? ഐശ്വര്യ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ കളരി പഠിക്കണം അല്ലെങ്കിൽ
ഒന്ന് ഞായറാഴ്ച പുതിയ കളരി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് കുറച്ച് ഒന്ന് ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കളരി മൂവ്മെൻറ്റിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അവരുടെ ടീമിൻ്റെ എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാനിവരുടെ ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പം ഇവരുടെ കൂടെ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇവർ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സസൈസ് ഇനി അതിൻ്റെ ഒരു ഓൺലൈനായിട്ട് രാവിലെ തന്നെ ഒന്ന് നീറ്റ് ഒരു എന്താ പറയുക രാവിലെ വൈകുന്നേരം ഉണ്ട്. രാവിലെ വൈകുന്നേരം ഉണ്ട്. പിന്നെ മന്ത്ലി വൺ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇനി വീട്ടിലിരുന്നു കൊണ്ടും കളരി പഠിക്കാം. അതേപോലെ തന്നെ ബാംഗ്ലൂരിലെ ഈ കബൻ പാർക്കിലേക്ക് വന്നൊന്ന് ആഞ്ഞ് ഒന്ന് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. സോ താങ്ക് യു.